കുറേ നാളായി ഞാൻ വ്ലോഗ് ചെയ്യുന്നത് നിർത്തിയിരിക്കുകയായിരുന്നു. ലോക്ക്ഡൗൺ സമയത്ത് തുടങ്ങിയതാണ്, പിന്നീട് ഞാൻ ചെയ്തിട്ടില്ല. അപ്പം വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഹലോ എവരിവൺ. നമ്മുടെ അടുത്തൊരു ഗണപതി അമ്പലമുണ്ട്, മഹാഗണപതി ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ ഗണപതി അമ്പലത്തിന് ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 പേരുടെ പേരിലാണ് നാളും കൊടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് ഒരു ഇലയുടെ ഉണ്ട്, ഉണ്ണിയപ്പം 2 എണ്ണം, പിന്നെ അവല് തേങ്ങയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങളെല്ലാം കഴിച്ചു, അപ്പുറത്തൊക്കെ അയലത്തെ വീട്ടിലൊക്കെ കൊടുക്കുകയും ചെയ്തു. അപ്പം വളരെ നല്ല ടേസ്റ്റുള്ളതായിരുന്നു. അപ്പം വിനായക ചതുർത്ഥിക്ക് നല്ലൊരു തുടക്കമാവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ രാവിലെ ഞങ്ങൾക്ക് അപ്പവും കടലക്കറിയാണ്. അപ്പം ഞാനല്ല, അമ്മയാണ് ഉണ്ടാക്കിയത് കടലക്കറി. അപ്പം അമ്മയെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് അമ്മ. അപ്പോൾ നല്ല സോഫ്റ്റ് അപ്പമാണ്. അമ്മ ഇന്നലെ പച്ചരിയൊക്കെ കുതിർത്ത് അരച്ച് എടുത്ത അപ്പമാണ്. പിന്നെ കടലക്കറി. ഇത് ഹസ്ബൻഡിൻ്റെ പ്ലേറ്റ്, ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി തപ്പി വാങ്ങിച്ച് കാണിക്കുന്നതാണ്. ഹായ്, ഇപ്പോൾ ഞങ്ങൾ മാവേലിക്കര വരെ പോവാം. അപ്പം ഇന്ന് എൻ്റെ മൂത്ത മോൾ ശ്രേയയുടെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ആക്ച്വലി 5th അതെ 5th സെപ്റ്റംബറിലായിരുന്നു ബർത്ത്ഡേ. തിങ്കളാഴ്ച, അതായത് 9th അവിടെ നാളാണ് വിശാഖം. അപ്പം എൻ്റെ ഹസ്ബൻഡ് ബാംഗ്ലൂർ ആയതുകൊണ്ട് പുള്ളി ഇതിനായിട്ട് ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നങ്ങ് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത് മാവേലിക്കര കേക്ക് വാങ്ങിക്കാൻ പോവാണ്. നല്ലൊരു ഗെയിമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് കേക്ക് നമ്മൾ ഹോം മെയ്ഡ് ബേക്കർ ഒരാളുണ്ട്, ഗസ്റ്റോ എന്ന് അവരുടെ പേര്, അവരുടെ വീട്ടിൽ തന്നെയാണ് ഹോം മെയ്ഡ്. നല്ല കേക്കാണ്. അപ്പം ഞങ്ങൾ എല്ലാ വർഷവും ബർത്ത്ഡേക്ക് അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പം ആ കേക്ക് ഒന്ന് വാങ്ങിക്കണം. പിന്നെ നാളെ ഒരു മാരേജ് ഉണ്ട്, മാരേജ് ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് എല്ലാം ബൊട്ടിക്കിൽ സ്റ്റിച്ചിങ്ങിന് കൊടുത്തേക്കാം, അത് വാങ്ങിക്കാൻ പോകണം. അങ്ങനെ 1-2 പരിപാടികളുണ്ട്. അപ്പം പോകുന്ന വഴിക്ക് എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം, ഇല്ലെങ്കിൽ ആസ് യൂഷ്വൽ. ഓക്കെ, അപ്പം ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഓണത്തിൻ്റെ ചെത്തിവാരലും വൃത്തിയാക്കലും ഒക്കെയാണ്. തകൃതിയായിട്ട് എല്ലാ വീടുകളിലും ഉണ്ടത്. അപ്പം ഇന്ന് ഞാനാണ് ഇന്ന് കുറച്ചെടുക്കുന്നത്. ഞങ്ങൾ അവിടുത്തെ അമ്പലമാണ്. ഇവിടെ ആനയൊക്കെ വരാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ കളിക്കാനൊക്കെ. ശ്രീകൃഷ്ണസ്വാമി അമ്പലം വളരെ ഫേമസ് ആണ്. ഞങ്ങളതിൻ്റെ മാവിലേക്ക് പോകുന്ന വഴിക്കാണ്. ഇതാണ് ബുദ്ധ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ ഒരു ആലുണ്ട്. ഞാൻ എപ്പോഴും ആലോചിക്കും, ഈ ആല് ഇവിടെ എത്ര പേർക്ക് ആ തണൽ നൽകുന്നതെന്നറിയാമോ? എന്ത് ഭംഗിയാണെന്നറിയോ ഈ ഒരു സ്ഥലം കാണാൻ. ഞങ്ങൾ പോയിട്ട് വന്നിട്ട് ഇടയ്ക്ക് കൊക്കോമൊക്കെ കയറി ജ്യൂസൊക്കെ കഴിച്ചു. അപ്പോൾ ഇതാണ് കേക്കെല്ലാം കിട്ടി. അപ്പം ഇനിയും വീട്ടിലോട്ട് പോകാം. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഡ്രസ്സും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി വാങ്ങിച്ചു, സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ 7 എണ്ണം ഉണ്ട്, അതും കിട്ടി. ഇനി കേക്കുമായി. ഞാൻ ബെൽജിയം ചോക്ലേറ്റ് എന്ന് പറഞ്ഞ ഫ്ലേവറാണ് വാങ്ങിച്ചത്. പിന്നെ അത് ഇപ്പോൾ 1 കിലോയെ ഞാൻ വാങ്ങിച്ചുള്ളൂ. അപ്പം നെയ്ബേഴ്സിനൊക്കെ ഒന്ന് കൊടുക്കണമെങ്കിൽ കുറച്ചുകൂടെ വേണം. അപ്പം ജസ്റ്റ് ബേക്ക് ഉണ്ട് ഇവിടെ. ജസ്റ്റ് ബേക്കിൽ പോയി ഞാൻ 1/2 കിലോ കേക്ക് എക്സ്ട്രാ വാങ്ങിച്ചു. അത് എനിക്ക് തോന്നുന്നത് ചോക്ലേറ്റ് നിലയോ ട്രഫിലാണെന്ന് തോന്നുന്നു വാങ്ങിച്ചത്. അപ്പം അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇനി ആളെ വിളിച്ച് കേക്ക് കട്ട് ചെയ്യാം.